ഒരു നാട് ദുരന്തത്തിലകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ശത്രുക്കളുടെ ആക്രമണത്തിലകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമുണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്ന്. അതല്ലാതെ എല്ലാ മുസ്ലിമീങ്ങളുടെ നാടും അതുപോലെ ആകുന്ന അവസ്ഥയിലേക്ക്, അതേ അവസ്ഥ എല്ലാ മുസ്ലിമീങ്ങളുടെ നാട്ടിനും വരിക എന്നത് സുബ്ഹാനല്ലാഹ് ബുദ്ധിയുള്ള ഈമാനുള്ള ഏതൊരു മനുഷ്യനാണ് ആഗ്രഹിക്കുക. നാവ് കൊണ്ട് ആളുകൾക്ക് എന്തും പറയാം, നാവ് കൊണ്ട് ആളുകൾക്ക് ഏത് രാജ്യങ്ങളെയും യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താം. പക്ഷേ അതിൻ്റെ നേർസ്ഥിതി വന്നാൽ അതൊന്നുമായിരിക്കില്ല കാര്യം. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യൻ്റെ ഇസ്ലാം നന്നാകുന്നതിൽപ്പെട്ടാണ് തർക്കുഹു മാ ലാ യഅനി, അവന് ആവശ്യമില്ലാത്ത ഒഴിവാക്കുക എന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. എന്ത്? അള്ളാഹു പല ഉത്തരവാദിത്തങ്ങൾ പലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഭരണാധികാരികൾ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമുണ്ട്. അവരെ മാത്രം അള്ളാഹു ഏൽപ്പിച്ചു, അവർക്കേ അതിന് ബാധ്യതയുള്ളൂ, അവർക്കേ അതിന് ഉത്തരവാദിത്തമുള്ളൂ. അത് നമ്മുടെ ചുമലിലില്ലേ? അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കുക. നമ്മെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് നിറവേറ്റുക. ശരിയാണ്, മുസ്ലിമീങ്ങളുടെ വേദനയിൽ, പ്രയാസത്തിൽ നിനക്കത് അതിൽ നിൻ്റെ മനസ്സ് വേദനിക്കണം. മുസ്ലിമീങ്ങളുടെ കാര്യങ്ങളിൽ മനസ്സ് നോവാത്തവൻ അവരിൽപ്പെട്ടവനല്ല. മുസ്ലിമീങ്ങളുടെ വേദനയിൽ മനസ്സ് നോവാത്തവൻ അവരിൽപ്പെട്ടവനല്ല. നമ്മുടെ വേദനകൾ എല്ലാം ഒന്നാണ്, നമ്മുടെ മുഴുവൻ സ്വപ്നവും ഒന്നാണ്. നമ്മുടെ വേദനകളും നമ്മുടെ സ്വപ്നങ്ങളും ഒന്നാണ്. ഈ ഉമ്മത്ത് എവിടെയായിരുന്നാലും ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്. പക്ഷേ സാധിക്കാത്തത് ഒരു കൂട്ടർക്ക് വന്ന പ്രയാസം ബാക്കി എല്ലാവർക്കും വരുന്ന അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് പറയുന്ന വിവരദോഷം ഒരിക്കലും എന്തെങ്കിലും ദീനിനെക്കുറിച്ച് വിവരമുള്ള മുഅ്മിനീങ്ങൾക്ക് യോജിച്ച കാര്യമല്ല. വിവരമില്ലാത്തവരും കമ്മ്യൂണിസത്തിൽ നിന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കിയവരും വിപ്ലവമാണ് ദീനെന്ന് മനസ്സിലാക്കിയവർക്ക് എന്തെങ്കിലും വിവരക്കേടുകൾ വിളമ്പിയേക്കാം. പക്ഷേ വിവേകവും ബുദ്ധിയും ദീനിലുള്ള ഇൽമും നമ്മൾ എപ്പോഴും മുറുകെ പിടിക്കുക, ഏത് ഫിത്നയുടെ കാലത്തും. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, ഇന്നൽ ഫിത്നത ഇദാ അഖ്ബലത് അറഫഹ അൽ ആലിം വഇദാ അദ്ബറത് വതവല്ലത് അറഫഹ കുല്ലു ജാഹിൽ. ഫിത്ന വരുമ്പോൾ അത് വിവരമുള്ളവൻ, ഇൽമുള്ളവൻ, ഒരു ആലിം അത് തിരിച്ചറിയും. എന്നാൽ അത് വന്ന് തിരിച്ചു പോയാൽ, ഫിത്ന വന്നാൽ എന്താണ് സംഭവിക്കുക? കൊടുങ്കാറ്റ് പോലെ ഒക്കെ നശിച്ച് പലയിടത്തേക്കും തെറിച്ചു കൊണ്ടുണ്ടാവും. നേർരേഖയിലൂടെ സഞ്ചരിച്ചവൻ പിഴച്ച വഴിയിലേക്ക് പോയിട്ടുണ്ടാവും, പലതും നശിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഫിത്ന അങ്ങ് തിരിച്ചു പോയാലോ, അറഫഹ കുല്ലു ജാഹിൽ, എല്ലാ വിവരം കേട്ടവനും മനസ്സിലാവും ഇങ്ങനെ ഒരു ഫിത്ന വന്നിട്ടുണ്ട് പോയി എന്ന്. പക്ഷെ അത് നടക്കുന്ന സമയത്ത് തിരിച്ചറിയണം. വികാരങ്ങൾക്ക് അടിമപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകരുത്.